ഞാനൊരു നീണ്ട പ്രസംഗത്തിലേക്കൊന്നും കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. കാരണം അങ്ങനെ പ്രസംഗിച്ചും പറഞ്ഞും ആളുകളുടെ തീരുമാനത്തെ മാറ്റേണ്ടുന്ന ഒരു തിരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പ്. കാരണം നിലമ്പൂരിന്റെ മണ്ണ് ഈ കേരളത്തിന് വേണ്ടി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുക എന്നുള്ള തീരുമാനമാണ്. ആരാണ് ഷൗക്കത്തിനെ വിജയിപ്പിക്കുക എന്നുള്ള തീരുമാനമാണ്. ഇവിടെ മാധ്യമങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട് ഇഞ്ചോടിഞ്ച് മത്സരമാണ്. ഇഞ്ചോടിഞ്ച് മത്സരമാണ് എന്ന് പറയാനുള്ള മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം 23-ാം തീയതി രാവിലെ 8:30 വരെ നമ്മൾ അനുവദിച്ചു കൊടുക്കുകയാണ്. 8:30 ശേഷം 23-ാം തീയതി വരാൻ പോകുന്ന വാർത്ത പ്രവചനങ്ങളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട്, ഞങ്ങളുടെ മാധ്യമ വിചക്ഷണങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട് നിലമ്പൂരിൽ ഒരു പ്രളയം കൂടി ഉണ്ടായിരിക്കുന്നു. അതാരാണ് ഷൗക്കത്തിന്റെ വിജയത്തിന്റെ പേമാരിയാണ്. ആ പേമാരിക്ക് മുന്നിൽ, ആ പ്രളയത്തിന് മുന്നിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടകളൊക്കെ തകർന്ന് ചിതറിപ്പോയി എന്ന വാർത്ത, ആ വാർത്ത മനോഹരമായ വാർത്ത കേൾക്കുവാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. ഇപ്പൊ പറയുന്ന ഓരോ വാക്കും നമ്മളെക്കാൾ കൂടുതൽ റെക്കോർഡ് ചെയ്യപ്പെട്ടു വെക്കുക CPM-ന്റെ സൈബർ അലമാരയിലാണെന്നുള്ള ബോധ്യത്തിൽ പറയട്ടെ, അവരോടായി പറയട്ടെ, ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ചെറിയ ഭൂരിപക്ഷത്തിന്റെ വിജയമല്ല, ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി അത് UDF-ന് ആരെയാണ് ശ്രമത്തിലുണ്ടാവാൻ പോവുകയാണ്. കാരണങ്ങൾ പലതാണ്. ഇവിടെ പ്രിയപ്പെട്ട ശ്രീ PK ഫിറോസ് സൂചിപ്പിച്ചു, ഈ മണ്ണിനെ നിരന്തരമായി അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി, ഈ മണ്ണിലെ മനുഷ്യന്മാരെ നിരന്തരമായി അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി, ഈ മണ്ണിന്റെ മതേതര പാരമ്പര്യത്തെ നിരന്തരമായി അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുമായിട്ടാണ് നമ്മൾ മത്സരിക്കുക. ചില സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം എല്ലാ വിഷയത്തിലും ആവേശപ്പെടാറില്ല. അങ്ങനെ എല്ലാ വിഷയത്തിലും ആവേശപ്പെടേണ്ട ആളല്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ്. പക്ഷേ ഈ നാടിന്റെ മതേതരത്വത്തിനൊരു നേർത്ത പോർലെങ്കിലും ഏൽക്കുമെന്ന് തോന്നുന്ന ഒരു ഓരോ നിമിഷവും മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് മലയാളത്തിന്റെ മതേതരത്വത്തെ കാത്തു സംരക്ഷിക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള പ്രിയപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ നടത്തുന്ന വലിയ പോരാട്ടമാണ്. നമ്മൾ ഈ നാട്ടിൽ ബാക്കി എന്തിനോടും വിട്ടുവീഴ്ച ചെയ്യുവാൻ തയ്യാറാണ്. പക്ഷേ ഈ നാടിന്റെ മതേതരത്വത്തെ ഒന്ന് മുള്ളി നോവിക്കുവാനെങ്കിലും ഏതെങ്കിലും ഒരു ശക്തി ശ്രമിച്ചാൽ അതിന് എത്ര വലിയ വില കൊടുക്കേണ്ടി വന്നാലും അതിനെതിരായിട്ടുള്ള പോരാട്ടം അത് നമ്മുടെ പാരമ്പര്യമാണ്, അത് നമ്മുടെ കർത്തവ്യമാണ്, അത് തന്നെയാണ് നമ്മുടെ ഭാവി. ഈ മണ്ണിനെ എത്ര തവണയാണ് ഈ ഇടതുപക്ഷക്കാർ അധിക്ഷേപിച്ചിട്ടുള്ളത്? നമുക്കറിയാം, നമ്മുടെയൊക്കെ വീട്ടിലെ മക്കൾ അവർ SSLC പരീക്ഷയായാലും ഏത് പരീക്ഷയായാലും പാസ്സാകുന്നത് ഉറക്കമുളച്ചിരുന്ന് പഠിച്ചിട്ടാണ്. രാത്രിയിലൊന്ന് ഉറക്കം വന്നാൽ, ഉറക്കം വരുന്നുവെന്ന് തോന്നിയാൽ കട്ടൻ കാപ്പിയിട്ട് കുടിച്ചും മുഖമൊന്ന് കഴുകിയും പിന്നെയും ഉറക്കം വന്നാൽ ചെറിയൊരു മയക്കത്തിലേക്ക് പോയി അലാറം വെച്ച് എഴുന്നേറ്റ് പിന്നെയും ഇരുന്ന് പഠിക്കുന്ന നമ്മുടെ പൊന്നുമക്കൾ. ആ പൊന്നുമക്കൾ ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ കേരളത്തിന് വേണ്ടി 10 മാറ്റ് വിജയം കൊയ്തപ്പോ ആ വിജയം കോപ്പി അടിച്ച് ജയിച്ചതാണെന്ന് പറഞ്ഞ ആളുകളോട് നമുക്ക് പുറത്തുവാൻ പറ്റുമോ? ഈ മണ്ണിലെ മനുഷ്യന്മാർ, മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യന്മാർ, മണ്ണിൽ മാത്രമല്ല പടപൊരുങ്ങുന്നത്, ഈ മണ്ണിൽ കൃഷി ഇറക്കുമ്പോ അതിനെ നശിപ്പിക്കുവാൻ വരുന്ന കാട്ടുമൃഗങ്ങളോടും പോരാടേണ്ടി വരുന്ന മലപ്പുറത്തിന്റെ നിശ്ചയദാർഢ്യമുള്ള കർഷകൻ, ആ ജനതയെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണം സമ്പാദിക്കുന്ന ആ ജനതയെ നോക്കി ഇനി ഏത് മുഖ്യമന്ത്രി ആയാലും സ്വർണ്ണക്കളത്തുകാരെന്ന് വിളിച്ചാൽ നമുക്ക് പൊറുക്കുവാൻ കഴിയുമോ? ഇല്ല. അങ്ങനെ നമ്മളെ സ്വർണ്ണക്കളത്തുകാരെന്ന് വിളിച്ച, നമ്മളെ തീവ്രവാദികളെന്ന് വിളിച്ച, നമ്മുടെ മക്കൾ കോപ്പി അടിച്ചാണ് ജയിച്ചതെന്ന് പറയുന്ന ആളുകൾക്ക് മാപ്പില്ല എന്ന പ്രഖ്യാപനമാണ് ഈ യുവജന സംഗമം. ഇത് സാമ്പിളാണ്. ഇത് യഥാർത്ഥ വെടിക്കെട്ടിലാകാൻ പോകുന്നത് 23-ാം തീയതി ആയിരിക്കും. ആ 23-ാം തീയതിയിലെ വെടിക്കെട്ടിന് വേണ്ടി കാത്തിരിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാഗൺ സ്പൈസസ്, വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്.
ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.